പ്രതിഭകൾക്ക് പ്രേക്ഷക മനസ്സുകൾ താരപരിവേഷം ചാർത്തിക്കൊടുത്തപ്പോൾ സിനിമ എന്നും സാധാരണക്കാരന്റെ മനസ്സിൽ വലിയൊരു അത്ഭുതമായി മാറി. ആകാര സൗന്ദര്യം കൊണ്ടും നർന്ന ചാരുതയാർന്ന വേഷപ്പകർച്ചകളിലൂടെയും സിനിമ എന്ന തട്ടകത്തിൽ അവിസ്മരണീയ കഥാപാത്രങ്ങളെ സമ്മാനിച്ച വെള്ളിത്തിരയിലെ താരരാജാക്കന്മാരുടെ അവരന്മാരെ ഓർത്തുനക്കിക്കൊണ്ട് ഏഷ്യാനെറ്റ് വോഡഫോൺ കോമഡി സ്റ്റാർസിലൂടെയും ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെയും ശ്രദ്ധേയനായ യുവ കലാകാരൻ ബിജു ഭാസ്കർ അവതരിപ്പിക്കുന്ന വൺ മാൻ ഷോ, എ 100% വൺ മാൻ ഫിഗർ ഷോ. ആലുവ സ്വദേശി പത്മനാഭൻ പിള്ളയും ഭാര്യ സരോജവും തനിക്ക് നൽകിയ ഗോപാലകൃഷ്ണൻ എന്ന നാമത്തിന് മലയാള സിനിമയിൽ പരിഷ്കാരം പോരെന്ന് തോന്നി ദിലീപ് എന്ന പേരിലൂടെ സഹസംവിധായകരിൽ നിന്നും നായക നിരയിലെത്തിയ ജനപ്രിയ നായകൻ. ആക്ഷേപഹാസ്യ കലാരൂപമായ ഓട്ടംതുള്ളൽക്കാരനായി ജനപ്രിയ നായകൻ അഭിനയിച്ച് അരങ്ങു തകർത്ത ദീപസ്തംഭം മഹാചര്യം എന്ന ചിത്രത്തിലെ കഥാപാത്രവുമായി മലയാളികളുടെ പ്രിയ താരം ദിലീപ്. കളിക്കളത്തിൽ കാലുകൾക്ക് ആവേശമുയർത്തുന്ന കായിക പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇതിഹാസമായി മാറിയ ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യക്ക് മറക്കാനാകാത്ത വിജയങ്ങൾ സമ്മാനിച്ച് ഒരു നീണ്ട കാലയളവ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുംതൂണായി നിന്ന ലിറ്റിൽ മാസ്റ്റർ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. That's the situation. The innings is just got underway. India no wicket for one. The target is 240. Sachin Tendulkar opening the batting. A lot will depend on how he plays today with that record. 460 matches, average of 43. Incredible. He lets the ball go. That's over the top of that score. Don't be short to Tendulkar, especially this outside off stuff. He will thrash it to the fence. My life between 22 yards for 24 years. It's hard to believe that wonderful journey is coming to an end. ഷാരൂഖ് ഖാൻ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ നിന്നും ഹിന്ദി ചലച്ചിത്രവേദിയിലെത്തിയ ചോക്ലേറ്റ് നായകൻ ഷാരൂഖ് ഖാൻ ഈ സുന്ദര പുരുഷന്റെ മുഖം ആദ്യമായി പുറം ലോകം കാണുന്നത് സർക്കസ് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ബാദ്ഷാ, ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ. To
സാംസ്കാരിക നഗരമായ തൃശൂരിൽ നിന്നും നിഷ്കളങ്കതയുടെ പര്യായമായി വെള്ളിത്തിരയിലേക്ക് അഭിനയത്തിന്റെ ഹാസ്യര സ്വഭാവങ്ങൾ സമ്മാനിച്ച അഭിനേതാവ് ഇന്നസെന്റ്. നന്മയെ എന്നും കൈനീട്ടി സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞു ചിരിക്കുവാൻ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ നൽകിയ കലാകാരൻ. ആകാശത്തിലെ ചുവർചിത്രങ്ങൾക്ക് താഴെ സിനിമയെന്ന ദൃശ്യവിസ്മയത്തിൽ യവനിക വീഴാത്ത കഥാപാത്രങ്ങളെ കോമഡിയായും സീരിയസ് ആയും പ്രേക്ഷകർക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ചിരിയുടെ പൊന്നക്ഷത്രമായി മാറിയ നടന വൈഭവം. തിരക്കേറിയ സിനിമാ ജീവിതത്തിനിടയിലും സമയം കണ്ടെത്തി കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹം തന്റെ വെണ്ണിക്കൊടി പാറിച്ചു. ഇടക്കാലത്ത് തന്നിലേക്ക് കടന്നുകൂടിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും കലാദേവത തനിക്ക് പകർന്നു നൽകിയ അഭിനയ കലയിലൂടെ ചെറുത്തു തോൽപ്പിച്ച് അന്നും ഇന്നും മലയാള സിനിമയിൽ ഒരു കെടാവിളക്ക് പോലെ നിന്ന് കത്തുന്ന മലയാളത്തിന്റെ പുണ്യം ശ്രീ ഇന്നസെന്റ്. പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിടാ. പൊട്ടപ്പെട നോക്കടാ. തുടുത്ത പുങ്കവിളി നടുത്ത കുഞ്ചിങ്ങിളി മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിക്കും. വിറ്റിയും വെറ്റി ചൂടി കൊച്ചക്കിളി പണി വന്നാൽ തക്കിളി കിളി കൂട്ടി തക്കിളി കാതേണം. പുതിയ ഇതിഹാസം എഴുതിയ ഒരേ ഒരു മന്ത്രി A.R. റഹ്മാൻ. ലോകഭൂപടത്തിന്റെ അതിരുകൾ നയിച്ച റഹ്മാനെ തമിഴ് സിനിമാ ലോകത്തെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് 1975 കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം. 70കളിലെ അവസാന കാലഘട്ടത്തിൽ കമൽഹാസൻ നായകനായ ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ നായക പദവിയിലേക്ക് ഉയർത്തിയ ചിത്രം വില്ലയായിരുന്നു. രജനിയുടെ താരപരിവേഷം ക്രമേണ വാനോളം ഉയരുകയായിരുന്നു.
90കളിൽ മന്നൻ, മുത്തു, ഭാഷ, പടയപ്പ തുടങ്ങിയ ചിത്രങ്ങൾ ആരാധകർക്ക് ഉത്സവമായി മാറി. ഏറെ വിദേശ ആരാധകരുള്ള ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങളിൽ മുൻനിരയിലാണ് രജനി. ബസ് കണ്ടക്ടർ ജീവിതത്തിൽ നിന്നും തെന്നിന്ത്യയുടെ താരാപഥങ്ങളിലേക്ക് ജ്വലിക്കുന്ന സൂര്യനായി ഉദിച്ചുയർന്ന ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. സ്റ്റൈൽ മന്നൻ എന്ന അപരനാമം നൽകി സിനിമാ പ്രേക്ഷകർ രജനീകാന്തിനെ സ്നേഹിച്ചപ്പോഴും എളിമ കൈവിടാതെ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചു ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും സ്റ്റൈൽ രാജൻ രജനീകാന്ത്. മർമ്മം നിറഞ്ഞു തുളുമ്പുന്ന അംഗചലനങ്ങളിലൂടെ സിനിമാ പ്രേമികളെ കുടുകുടെ ചിരിപ്പിച്ച തമിഴകത്തിന്റെ ഹാസ്യ ചക്രവർത്തി. മിനിറ്റുകൾക്ക് കോടികളുടെ പ്രതിഫലം വാങ്ങി സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ബിസി കൊമേഡിയൻ. ശുദ്ധനും മണ്ടനുമായ കോമഡി കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായ ശരീര ചലനങ്ങൾ നൽകിയ കലാകാരൻ. കൗണ്ടമണി സെന്തിൽ കൂട്ടുകെട്ട് തമിഴ് സിനിമയിൽ തകർത്തഭിനയിക്കുന്ന കാലത്താണ് കാതലൻ എന്ന ചിത്രത്തിൽ പ്രഭുദേവിയോടൊപ്പം പടിവേൽ സിനിമാ തട്ടകത്തിലെത്തുന്നത്. നല്ലൊരു ഗായകൻ കൂടിയാണ് തമിഴകത്തിന്റെ ഈ കറുത്ത മുത്ത്. കോമഡി കഥാപാത്രങ്ങൾക്കൊപ്പം ക്യാരക്ടർ വേഷങ്ങളും തനിക്ക് ചേരുമെന്ന് തെളിയിച്ച് തന്റെ അഭിനയ ജയപ്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ദ റിയൽ കോമഡി ആക്ടർ വടിവേലു. இந்த அங்கப்பட்டத்தில் பாட வேண்டிய ராகமானது அடிக்கு அடி கால கப்பட்டுகள் தீர்ந்து தொங்க வேண்டாம். கிளம்புங்கள்.
പ്രതീക്ഷകൾ സമ്മാനിച്ച ജനനേതാവ് APJ അബ്ദുൽ കലാം. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ ജൈനുലാബ്ദീന്റെയും ആശിയമ്മയുടെയും ഇളയ മകനായി 1931 ഒക്ടോബർ 15-ാം തീയതി ജന്മമെടുത്തു. തന്റെ സ്വപ്രയത്നത്തിലൂടെ ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായി മാറിയ APJ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരനാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ എന്ന വിളിപ്പേര് നൽകി. 2015 ജൂലൈ 27-ന് ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രസംഗം നടത്തുന്നതിനിടെ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് ആ വലിയ മനുഷ്യൻ നിര്യാതനായി. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രശസ്തി വാനോളമുയർത്തിയ മഹാരഥൻ. Dear friends, today onwards, as a child of my mother, I will make my mother happy. If mother is happy, my home is happy. My best wishes to all my friends, all my fellow citizens of this Independence Day. Jai Hind.